എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീകുമാർ. എൻ്റെ വീട് കൊട്ടാരക്കരയ്ക്കടുത്ത് ആനക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ബയോട്ടോറിയൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ബോംബെ ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയുടെ കൊല്ലം ജില്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളതാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനുണ്ടായ കാരണം, ഞാൻ എൻ്റെ വീട്ടിൽ ആനക്കോട്ടൂരിലുള്ള എൻ്റെ വീടിനടുത്തുള്ള ഒരു ബിനുവും രജിതയും തിരുവനന്തപുരത്തുള്ള ഒരു നാസർ സാറൂടെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു എന്നെ കാണാൻ വേണ്ടി. കാരണം ഒരു മാഗ്നറ്റിക് തെറാപ്പിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു യാത്ര പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് വരുന്നത്. അന്നേരം അവരെന്നോട് ഒരു 20 മിനിറ്റ് സമയം ചോദിച്ചു. അപ്പോഴെനിക്ക് 20 മിനിറ്റ് സമയം ഇല്ലാത്തതുകൊണ്ട് വേറെ ദിവസം ആവട്ടെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ഒരു ദിവസവും കൂടെ വന്നപ്പോഴും അന്നും എനിക്ക് അസൗകര്യമായിരുന്നു. പിന്നെ അപ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞ് എനിക്ക് നെടുവത്തൂർ ആനന്ദ വുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അങ്ങനെ അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരൊരു 3-4 പേര് എൻ്റെ വുഡ് ഇൻഡസ്ട്രീസിൽ വന്നൊരു 2 മണിക്കൂറോളം ഇവർ ഇതിനെക്കുറിച്ചുള്ള സയൻസും കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എന്നോട് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് കേട്ടപ്പോൾ ഇവർ എന്നോട് പറഞ്ഞതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഇവർ പറഞ്ഞു ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാം, സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാം, പിന്നെ കുഴഞ്ഞു വീണ് മരണത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഓക്സിജൻ ലെവലും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി ഓക്സിജൻ ലെവലും കറക്റ്റ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഇത് തോന്നി, എങ്കിലും ഒരു സംശയം. കാരണം ഇത് വേറെ വല്ല സൈഡ് എഫക്റ്റ് വല്ലതും വരുമോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. ഞാൻ പറയാമെന്ന് പറഞ്ഞു. അന്നേരം ഇവർ പോയതിന് ശേഷം എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞങ്ങൾ അണ്ണൻ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് എന്തുവാ ഇത്രയും നേരം തടിക്കച്ചവടം വന്നോ, 2 മണിക്കൂറായല്ലോ. ഞാൻ പറയാം അണ്ണ ഇന്നോലൊരു സംഭവമാണ്, ഇയാളൊരു കാര്യം ചെയ്യും, അവരെ എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്, ഞാൻ അതെന്തുവാന്ന് നോക്കാം, ഇനി ഇയാളുടെ അടുത്ത് വരാത്ത രീതിയിലാക്കി വിടാമെന്ന് ആ ഒരു അണ്ണൻ പറഞ്ഞു. എന്ന് പറയുമ്പോൾ ഇത് എന്തോ കളിപ്പീരാണ് എന്നുള്ള രീതിയിൽ അണ്ണൻ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് ഇവരോട് വിളിച്ച് പറഞ്ഞു, വേണ്ട ഇപ്പോഴത്തെ അണ്ണനൊരു പ്രോഡക്റ്റ് വേണം, നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ പിറ്റേന്ന് വന്നു, അണ്ണനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കേട്ടതിന് ശേഷം പിന്നെ അണ്ണൻ രാത്രിയായപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇതിനകത്ത് എന്തോ ചെറിയ കാര്യമുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പ്രോഡക്റ്റ് ഒരെണ്ണമായിട്ട് അന്ന് മേടിക്കുമ്പോൾ 7,400 രൂപ, ഇന്ന് വില അത് 1000 രൂപ കൂടി 8,400 7,400 രൂപ. 2 എണ്ണം മേടിക്കുമ്പോൾ അന്ന് 11,900 ഉള്ളൂ. അത് ഇന്നിപ്പോൾ 2 എണ്ണത്തിന് 14 ചില്ലറയായി വില. അന്നേരം ഇപ്പോൾ എൻ്റെ 1.5 വർഷം കഴിഞ്ഞു. അന്നേരം ഞങ്ങൾ 2 പേരൂടെ ചേർന്ന് ഓരോന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരൂടെ ചേർന്ന് അങ്ങനെ ഒരു 2 പ്രോഡക്റ്റ് പറഞ്ഞു. അന്ന് പ്രോഡക്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഇവരുടെ അടുത്ത് പറഞ്ഞ് അണ്ണൻ പിറ്റേന്ന് ഗൾഫിൽ പോകുന്നതിൻ്റെ തലേന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ പ്രോഡക്റ്റ് ബുക്ക് ചെയ്തിട്ട് വന്നില്ലല്ലേ. അങ്ങനെ ഞാൻ ബിനുവിനെ വിളിച്ചു. ബിനു അന്ന് ഒരു സിംഗിൾ പ്രോഡക്റ്റുമായിട്ട് വന്നു, 2 എണ്ണം ഓർഡർ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റുമായിട്ട് വന്നു. അങ്ങനെ വന്ന് അണ്ണന് കൊടുത്തു. അണ്ണൻ അത് രാത്രി അത് ഉപയോഗിച്ചു. രാവിലെ ഞാൻ വന്നപ്പോഴത്തേക്ക് അണ്ണൻ പാൻ റെഡിയായി ഇതെല്ലാം പെട്ടിക്കകത്ത് പാക്ക് ചെയ്തൊക്കെ വെച്ചു. അങ്ങനെ രാവിലെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നലെ ബെഡിനകത്തൊക്കെ പുതിയ ബെഡിനകത്ത് കിടന്നിട്ട് എങ്ങനെയുണ്ട്? ബെഡെന്ന് പറയുന്നത് ഇത് ബെഡിൻ്റെ മേളിൽ വിരിക്കുന്ന ഒരു പാടാണ്, ഒരു നമ്മൾ ബ്ലാങ്കറ്റ് മാതിരിയേ ഉള്ളൂ, ഇതിനകത്ത് ഫുള്ള് മാഗ്നറ്റാണ്. അന്നേരം അണ്ണൻ പറഞ്ഞ് ഒരു ദിവസം ഉപയോഗിച്ചാൽ എന്തോ അറിയുന്നത്, പക്ഷേ ഇതിൻ്റെ ആണോ എന്തുവാന്ന് എനിക്കറിയത്തില്ല, ഇന്നലെ രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇതും കൊണ്ടങ്ങ് ഗൾഫിൽ പോയി. ഞാനിതങ്ങ് മറന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അണ്ണൻ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിടേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല, ഇത് ഭയങ്കര റിസൾട്ടാണ്, ഇയാൾ ഒരെണ്ണം മേടിച്ച് എൻ്റെ വൈഫിനോട് ഒരെണ്ണം അങ്ങ് കൊടുക്കുമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ഈ ബിനുവിനെ വിളിച്ച് ഞാൻ പറഞ്ഞ്, ബിനു ഇതുപോലെ 2 എണ്ണം ഓർഡർ ചെയ്തില്ലയോ, ഇങ്ങനെ അണ്ണന് റിസൾട്ട് ഉണ്ടോന്ന്. അണ്ണന് എല്ലാ ദിവസവും കാലിന് മസിലൊക്കെ പിടിക്കുമായിരുന്നു. അന്നേരം ഇത് 2 ദിവസം ഉപയോഗിച്ചതിന് ശേഷം പിന്നെ മസിൽ പിടിച്ചതേ ഇല്ല എൻ്റെ ഒരാഴ്ചയായിട്ട്. അങ്ങനെ അണ്ണൻ പിന്നെ ബിനുവിനെ ഞാൻ വിളിച്ച് പറഞ്ഞ്, ബിനു ഇതുപോലെ 2 എണ്ണം ഓർഡർ ചെയ്തേ ഇല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരെണ്ണം കൂടെ കൊണ്ടുവന്ന് ഞാനിത് കൊണ്ടുപോയി ഉപയോഗിച്ചപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ബെഡ് വിരിക്കുമ്പോൾ എൻ്റെ വൈഫ് തിരിഞ്ഞു പോലും നോക്കിയില്ല. കാരണം എന്നെ ആരോ പറ്റിച്ചെന്നുള്ള ഒരു കൺസെപ്റ്റാണ് വൈഫിനുണ്ടായത്. അങ്ങനെ ഞാനിത് ഉപയോഗിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് രാവിലെ ഉപ്പൂറ്റിക്ക് ഒരു വേദന ഉണ്ടായിരുന്നു. ഉപ്പൂറ്റിക്ക് വേദന എന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി ഞാൻ ഒരു 10 ചവിട് നടക്കുന്ന വരെ ഉപ്പൂറ്റി വലിഞ്ഞു വരികയല്ല, ഭയങ്കര വേദനയാണ്. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വേദന അങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് എനിക്ക് 15 വർഷമായിട്ട് അലർജി ഉണ്ട്. ഞാൻ ഈ തടിമില്ല് കുടവട്ടൂർ എനിക്ക് തടിമില്ലൊക്കെ ഉണ്ടായിരുന്നു. ഈ തടിമില്ല് കൊടുത്തത് തന്നെ എനിക്ക് അലർജി കാരണം മില്ലിലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അലർജി, അതായത് എൻ്റെ തുമ്മലും ഈ തൊണ്ടകാറിലും നിന്നു. ഇത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അങ്ങനെ എൻ്റെ ഈ അലർജി ഈ തൊണ്ടകാറിലൊക്കെ എന്ന് പറയുന്നത് ഈ തൊണ്ടകാറിലും ഈ തുമ്മലും കേട്ടാണ് രാവിലെ വീട്ടിൽ അലാറം ഒന്നും വെക്കണ്ട, ഇത് കേട്ടാണ് എല്ലാവരും ഉണരുന്നത്. അങ്ങനെ രാവിലെ വൈഫിന്
അതിശയമായി. എൻ്റെ ഈ തുമ്മൽ ഇങ്ങനെ ഇത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞപ്പം വൈഫിന് അതിശയമായി. അങ്ങനെ വൈഫും ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അടുത്ത 2 എണ്ണം കൂടെ വീണ്ടും ബിനുവിനെ വിളിച്ച് 2 എണ്ണം കൂടെ ഓർഡർ ചെയ്ത്. കാരണം ഒരെണ്ണം എൻ്റെ അമ്മയ്ക്കും ഒരെണ്ണം അണ്ണൻ്റെ വൈഫിനും വേണ്ടി 2 എണ്ണം കൂടെ ഓർഡർ ചെയ്ത്. എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു വർഷങ്ങളായി. ഒരു കാലിൽ അമ്മയ്ക്ക് ഈ ലേസറൊക്കെ ചെയ്ത് എന്നിട്ടും അമ്മയ്ക്ക് കുറവൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഞാനിത് മേടിച്ച് ഉപയോഗിച്ചു. അമ്മ ഒരു 3 ദിവസം കഴിഞ്ഞപ്പം അമ്മയ്ക്ക് കാലിന് കഴപ്പ് കൂടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഡോക്ടർ സുധീർ സാറിനെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ സാറേ ഇതുപോലെ അമ്മയ്ക്ക് ഇത് ഉപയോഗിച്ചപ്പം കാലിന് കഴപ്പ് കൂടിയെന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു, സാറേ വർഷങ്ങളായിട്ട് ചുരുങ്ങിയിരിക്കുന്ന വെയിനാണ്. ആ വെയിനകത്തോട്ട് ബ്ലഡ് സർക്കുലേഷൻ കയറിയപ്പോഴത്തേക്ക് ആ ഭാഗങ്ങളിലോട്ടുള്ള അങ്ങനെ ഒരു അസ്വസ്ഥത, അത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നമ്മുടെ സെല്ലുകളുടെ ആ നരമ്പുകളിലുള്ള ടോക്സിൻസ് പുറത്ത് പോയെങ്കിൽ മാത്രമേ ഓക്സിജൻ ലെവലൂടെ കറക്റ്റായിട്ട് ആ സെല്ലുകളിൽ എത്തുമ്പോഴേ അത് കംപ്ലീറ്റ് മാറും. ചുരുക്കം പറയാനൊരു വീണ്ടും ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് നല്ല റിലാക്സായി. ഇപ്പോൾ അമ്മ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആ ചുരുണ്ടിരുന്ന നരമ്പെല്ലാം നൂന്ന് ബ്ലഡ് സർക്കുലേഷനായി. ഇപ്പം വളരെ ആശ്വാസമായി. അങ്ങനെ അണ്ണൻ്റെ വൈഫിന് കൊടുത്തു, വൈഫിന് നല്ല റിസൾട്ടായി. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ ഓരോരുത്തർക്കും ബന്ധുക്കൾക്ക് ഇങ്ങനെ കൊടുത്ത് ഒരു 20 പേർക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്തു. അന്നേരം ഇതിനകത്തുനിന്ന് ഒരു ഇൻകം കൂടെ കിട്ടും. പക്ഷേ ഇൻകം ഉദ്ദേശിച്ചൊന്നും അല്ല ഞാനിത് തുടങ്ങിയത്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴത്തേക്ക് ഇതൊരു നന്മയുള്ള പ്രവർത്തനമാണല്ലോ. ഇതുപോലെ വേദന അനുഭവിക്കുന്ന എത്രയോ ആൾക്കാർ ഈ സമൂഹത്തിൽ മരുന്ന് കഴിച്ച് എത്രയോ അസുഖങ്ങൾ മുഖാന്തരം വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു നന്മയുള്ള ഒരു പ്രവർത്തനമായിട്ട് ഞാൻ കണ്ടുകൊണ്ട് ഞാൻ ആളുകളോട് പറഞ്ഞു. ഒരു 20 പേർക്ക് കൊടുത്തപ്പോൾ 20 പേർക്കും ഇതിൻ്റെ ഹൈ റിസൾട്ടാണ് കിട്ടിയത്. അങ്ങനെയാണ് ഞാനിത് ബോംബെ പോയി 9 ലക്ഷം രൂപയാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ സ്റ്റോക്കിസ്റ്റ് എടുക്കുന്നതിന്. അങ്ങനെ 9 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ബോംബെ പോയി ഇതിൻ്റെ എഗ്രിമെൻറ്റ് വെച്ച് ഞാൻ കൊല്ലം ജില്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. ഇതുവരെ ഏതാണ്ട് 12,000-ഓളം പ്രോഡക്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ കൊടുത്തിട്ടുള്ള നെഗറ്റീവെന്ന് പറയുന്ന ഒരു സംഭവം ഈ പ്രോഡക്റ്റിന് ഇല്ല. ഞാൻ ഇപ്പം തന്നെ ഏതാണ്ട് ഒരു 10-28 ഡോക്ടർമാർക്ക് തന്നെ ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞു. ഡോക്ടർമാർക്ക് അങ്ങനെ വേണ്ട സമൂഹത്തിലുള്ള ഒരു നാനാതുറകളിലുള്ള രാഷ്ട്രീയക്കാർ, അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തു. ഒരു നെഗറ്റീവും ഇല്ല. പക്ഷേ നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കുറവാണ്. അടുത്ത വീഡിയോകളിലൂടെ ഇതിൻ്റെ പൂർണ്ണമായ സയൻസും ഇത് ഞാൻ കൊടുത്തിട്ടുള്ളതും ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുടെയുമായിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങളെ ഈ വീഡിയോകളിൽ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾ ഇത് എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ നോക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. തുടർന്നുള്ള വീഡിയോയിലൂടെ നമുക്ക് കാണാം.